अस्सलामुअलैकुम പുതിയ ഹിന്ദി ഞാൻ പറഞ്ഞത് മലയാളത്തില് പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞങ്ങള് രണ്ടുപേരല്ല 3 പേര്. മൂന്നാമത്തെ അയാൾ കുളിക്കുള്ള ബംഗാളി. ബംഗാളി നൈ ഹിന്ദിക്കാരാ. സൂപ്പർ ഗുഡ് ബോയ്. അതായത് നമ്മള് റൂമിലേക്ക് വന്നിട്ട് ഇനി ഞങ്ങള് പോവാനിക്കാണ് കുളിക്കാൻ. പക്ഷെ ഭയങ്കര തണുപ്പിട്ടുണ്ട്. അയാള് കണ്ടോ ഇപ്പൊ തന്നെ കിടന്നുറങ്ങി. यार ये बात गलत है आपकी. मतलब उठो, उठने के बाद नहाओ, नहाने के बाद फिर एंजॉय. फायर है वहाँ पे. नहाने की गाली नहीं है. मेरी बात सुनो. हिंदी में देती कोई बात नहीं, പക്ഷെ മലയാളത്തിൽ തെറി വിളിക്കാൻ പാടില്ല. മലയാളത്തില് തെറി വിളിച്ചിട്ട് പോലീസിന് ഫോൺ വിളിക്ക്. മലയാളം കേട്ട എന്തോ ഒരു ചിരി വരൂ. അപ്പൊ ഞങ്ങളെ ഇനി എന്താ പരിപാടി? കോഫി വേണം ആദ്യം. ഫസ്റ്റ് കോഫി പിന്നെ पहले हम लोग नहाने जाएंगे. फर्स्ट ने मतलब स्विमिंग पूल लेके പോവാ. പിന്നെ ഇത് മലയാളത്തിൽ ट्रांसलेट ചെയ്യും. हाँ मलयालത്തിൽ പറ. मतलब अभी हिंदी में बात किया है ना आपने. हाँ तो इसे मलयालम में ट्रांसलेट करो. മലയാളം ഫസ്റ്റ് ഞങ്ങള് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ പോകാനൊക്കെയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്നിട്ടും കോഫി അടിച്ചു പൊളിക്കാം. ഇവിടെ കോഫി എല്ലാം സെറ്റാണ്. അതൊക്കെ അവിടെ വെച്ച മോനെ. 2 കപ്പ് ഉണ്ട്. 2 കപ്പ്. പക്ഷെ ഞങ്ങള് 3 ആളല്ലേ. ഒരാൾക്ക് കോഫി ഇഷ്ടമില്ല അല്ലേ? കോഫി പസന്ത് नहीं है तुम्हें? नहीं, चाय पसंद. അതെ, എനിക്ക് ചായ വേണ്ടിട്ട് ഇത് इसमें पियो. ബംഗാളി നമ്മള് സ്റ്റാൻഡേർഡ് പ്രൊഫഷണൽ ഹെഡ് മറ്റ നല്ല ഒരു ചെക്കന്മാർക്ക് എന്താ പറയാ, ഒരു സ്റ്റാൻഡേർഡ്. മലയാളത്തിൽ ഞാൻ കൂടി മറന്നു പോയി. അപ്പൊ ശരി, പോവാ, നമുക്ക് കാണാലോ അല്ലെ? സ്വിമ്മിംഗ് പൂളിൽ ഞങ്ങള് കുളിക്കാൻ പോകാനിക്കണം. ബൈ ബൈ ബൈ. ഏത് പൂളിലെ കുളിക്കണ്ടേ? ഏതല്ല ഇതിലാ? ഇത് ചെറുതല്ലേ? അതിലെത്ര കൊള്ളു? 6 ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങള് ഇനി കുളിക്കാൻ പോവാൻ നിക്കാണ്. അവിടെ നിക്ക്. വെയിറ്റ്. നോ. വെയിറ്റ്. പല പൂച്ച് ലൂ. ഏത് പൂളിലാണ് കുളിക്കേണ്ടത്? ഇതുള്ളതാണ്. അത് മാത്രമേ ഉള്ളൂ. ഓ ഷേട്ട്, ഈ ചോട്ടാ. ഇത് ചെറുതാ, പക്ഷെ എത്ര എൻജോയ് കിട്ടും അറിയില്ല കേട്ടോ. ഒരു കാര്യം പറഞ്ഞുതരാ. इससे पहले फोन ठंडा പഠിച്ചോ റബ്ബേ. ഭയങ്കര തണുപ്പാണ്. ഞാനൊന്ന് പോന്നോട്ടെ. ഇതിന്റെ ഉള്ളിലേക്ക് കുളിക്കാൻ പോനിക്കണം. ആദ്യം വെള്ളം നോക്ക്. ഫസ്റ്റ് നോക്ക്. തണുപ്പ്. ചാടിക്കോ. ചൽ. ഓ ഷീൽഡ്. ഭയങ്കര തണുപ്പാണല്ലാണ്. അയ്യോ, നീ പോല. ഭയങ്കര തണുപ്പ് വല്ലട്ടോ. സീതാ. ഓ റൊണാൾഡോ. നോക്കട്ടെ റിയാക്ഷൻ. नीचे. अरे बड़े वाला उधर है. उधर बड़ा वाला. दूसरा ये बोलेगा वो उधर. ഗൈസ് കുളിച്ച് വന്നു. ഭയങ്കര തണുപ്പ് വെള്ളം ഉണ്ടായിരുന്നു. അയാൾ കുളിച്ചിട്ടില്ല കേട്ടോ. വൈ പറയണ്ട. എടാ മോഹന്റെ അസ്തഗ്ഫിറുല്ലാ. ഞാൻ കാണിച്ചു കൊടുക്കും. മാറി നിന്നോ. നൈറ്റ് വൈബ് കണ്ടോ നിങ്ങള്? അടിപൊളിട്ടോ.
മോർണിംഗ് ഭായ്, ഗുഡ് മോർണിംഗ്. സുഖല്ലേ? പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നോ? രാവിലെ ഭയങ്കര നല്ല ക്ലൈമറ്റ് ഉണ്ട്. നല്ല ക്ലൈമറ്റ് ഉണ്ട് അല്ലേ? പിന്നെ അല്ല, അടിപൊളി climate. ഉറക്കൊക്കെ സുഖമായിട്ട് കിട്ടിയോ? നല്ല സുഖമാണ്. പിന്നെ സോഫ്റ്റ് ബ്ലാങ്കറ്റ് പിന്നെ നല്ല സുഖമായിരുന്നല്ലേ രാത്രി? നല്ല സുഖായില്ലേ? അല്ല, രാത്രി മെഡിസിൻ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നോ? മെഡിസിൻ കഴിച്ചിട്ട് നേരത്തെ കുറച്ച് വേദന ഉണ്ടായിരുന്നു. രാവിലെ നല്ല സുഖമായിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു. പുള്ളിന്റെ രാത്രി ഭയങ്കര ക്ഷീണം, വേദന, ശരീരം വേദന ഭയങ്കര ഉണ്ടായിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് പുറത്തുള്ള വൈബ് കാണിച്ചുതരാം. ഓക്കെ, കണ്ടോ? പുറത്തുള്ള വൈബ് അടിപൊളിയാടോ. ഹേ, ഗുഡ് മോർണിംഗ്. അല്ലേ? നാസ്ത കറനെ ചലേ? അഭി ചലേംഗെ. ഇപ്പൊ വന്നു, എണീറ്റിട്ടും കുളിച്ചിട്ടും ഫ്രഷ് ആയിട്ടും പിന്നെ നമ്മള് ഫുഡ് കഴിക്കാൻ പോകാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കട്ടെ എന്താ ഉണ്ടാവും. ആശു ഭായ്, ജൽദി ആओ, ജൽദി നാനാ, ജൽദി കമോ, ജൽദി ജൽദി ജൽദി. ആശു ഭായ്, കമോൺ. ഞാൻ നിങ്ങൾക്ക് ഷൂ കാണിച്ചു തരാം. ഇതാണ് എന്റെ ഷൂ. ഗൈസ്, ഷൂ ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ല. നമ്മൾ ഒരാള് പർച്ചേസ് ചെയ്ത് വന്നു കഴിഞ്ഞാല് അപ്പൊ അവരുടെ സാധനക്ക് വൃത്തികേട് പറയാൻ പാടില്ല അല്ലേ? അപ്പൊ എന്തായാലും അടിപൊളി വരണം. പിന്നെ അവർക്ക് നല്ല വിഷമായിരിക്കും. അങ്ങനെ അടാ ഇത് നല്ലതില്ല, അങ്ങനത്തെ ദുനിയാവിലെ കുറെ പൊട്ടന്മാരുണ്ട്. ആജിഭായ് എവിടേക്കാണ് ഇപ്പോ? ഞാനിപ്പോ താഴെ പോവാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ ഞങ്ങള്. പോവാ, കം ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് പോയി കഴിക്കാൻ പോകാൻ. നോക്കട്ടെ, അയ്യവ എല്ലാരും തുടങ്ങി, നമ്മള് മാത്രം റൂമില് കുതിര കളിക്കാണ് അല്ലേ? നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇഡ്ഡലി, സാമ്പാർ, പൂരി, छोले उधर होंगे. ഇതേതാ കറി അറിയില്ല. हाँ भाई, सही लग रहा है ना? मस्त, मजे आ गए. എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്? അച്ചായ അതൊക്കെ കണ്ട് ഞങ്ങൾ രാവിലെ തന്നെ കണ്ടിട്ടാ. റെയിൽവേ സ്റ്റേഷനില് ആടാ, നീ റെയിൽവേ സ്റ്റേഷനിലാണോ? ഫോട്ടോ എടുക്കണം. ഒരു ഫോട്ടോന് 20 രൂപ. ഓക്കെ, കാണാൻ ജിപേയാ? ഷുവർ, പക്ക. എടാ എന്റെ ലോക്കിട്ട് അടിപൊളിയാണല്ലോ. ലോക്കിട്ട് അടിപൊളിയാണല്ലേ? അടിപൊളി. അമ്മ മൂന്നാർ വന്നു. തയ്യാർ ഹോ കെ ആ ജോ നാ, है ना? सही बोला ना? മലയാളത്തില് പറയേ നീ. അനക്ക് നന്നായിട്ട് മലയാളം അല്ല ഞാൻ പറയട്ടെ, വെയിറ്റ്, അനക്ക് നന്നായിട്ട് മലയാളം അറിയാം. അപ്പൊ നീ എന്താ അങ്ങനെ മലയാളം പറയാത്ത? എന്താ ആസിഫായി? ഹിന്ദി ഇഷ്ടമാണോ? ഇപ്പൊ കേരളത്തില് വന്നില്ലേ, മലയാളം പറയണം. ഓൺലി മലയാളം. ഇനിയിപ്പോ എന്താ പറയണ? അല്ല ഞാൻ വെള്ളം ചൂടാക്കി ഫസ്റ്റ് ഞാൻ കുളിക്കട്ടെ. എന്തേ കുളിക്കണില്ലേ? ചൂടുവെള്ളമില്ലേ ഇവിടെ? ചൂടുവെള്ളം ഞാൻ ആക്കി തരാം. അവിടെ ചൂടാക്കാൻ വെള്ളം ഉണ്ട്, ആ മട്ട മെഷീൻ ഉണ്ട്. ഓക്കെ, ഞാൻ കുളിക്കട്ടെ. ഫസ്റ്റ് ഞാൻ കുളിക്കാം. നീ ഫസ്റ്റ് പോ, പിന്നെ ഞാൻ പോവാം. ഫസ്റ്റ് നിങ്ങള് ഫസ്റ്റ് ഞാൻ പോവാ, പിന്നെ നീ പോവാ. ഓക്കെ, ചൂടുവെള്ളം റെഡിയേ മോനെ? അടിപൊളി. എന്താ അടി കിട്ടൂട്ടോ പ്ലീസ്. ഓക്കെ മോനെ, ഓക്കെ ശരി. ആള് ഭയങ്കര ഒടയിപ്പട്ടോ.
ഗൈസ് എനിക്ക് രാവിലത്തെ ഡ്രസ്സാ ഈ ഒരു പാൻറ് ഇത് ഷർട്ട് ഇതിന്റെ മേലെ ഞങ്ങള് ഡ്രസ്സ് കുളിച്ചിട്ടും ഡ്രസ്സ് മാറ്റിട്ടും പിന്നെ ഞങ്ങൾ വരാട്ടോ ഗൈസ് കുളിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മളെ ഇവിടുന്ന് പോകാനൊക്കെയാണ് എങ്ങനെയുണ്ട് സെറ്റല്ലേ എല്ലാവരും കമന്റ് ചെയ്യണം പിന്നെ ഡ്രസ് എങ്ങനെയുണ്ട് ഓക്കെ വാച്ചും ഡ്രസ് സെറ്റല്ലേ ഹായ് ഓക്കെ ഓക്കെ അല്ലേ ഹലോ അസ്സലാമു അലൈക്കും സുഖല്ലേ ക്യാഫിൽ ഹാൽ സുഖം പിന്നെ ഞങ്ങൾ പോവാലോ പോവാ പോവാനായില്ലേ ഗൈസ് നമ്മളെ ബസ് അവിടെ നിക്കാണ് ഓ ഓ ഏത് ആറ്റിറ്റ്യൂഡ് ഇതാറാ ആസിഫായ് എങ്ങനെ ഉണ്ടായിരുന്ന റിസോർട്ട് സൂപ്പർ അല്ലേ ഇഷ്ടപ്പെട്ടു ഡബിൾ അടിപൊളി അല്ലേ ഇഷ്ടപ്പെട്ടോ വെറുതില്ല അല്ലേ നമ്മളെ മുതലാളിമാരെ സീനാണ് അല്ലേ സീന് ഇതാരാ പിന്നെ പിന്നെ आई वाह वसीम भाई कैसा था रिसोर्ट पसंद आया आपको अच्छा था ये मेरे मल्लू भाई ने लाइक करो फॉलो करो എന്താ ഒരു സ്നേഹം താങ്ക് യു അല്ല ലുക്കാണല്ലോ നിങ്ങള് സൂപ്പർ ഗുഡ് ഗുഡ് ലുക്ക് ഫേമസ് होने के बाद भूल नहीं जाना ആളെന്താ പറഞ്ഞിങ്ങനെ അറിയോ ഫേമസ് ആയി കഴിഞ്ഞിട്ട് മറക്കുക ഇല്ല ബ്രോ മലയാളം കുറച്ചുള്ളി അറിയാം ഓവർ कस्टमर नो कंप्लेंट फुल हैप्पी हेयर कट भी है ഞാൻ കയറിക്കോളാം ഞാൻ ഫസ്റ്റ് ഫ്രണ്ടിലിരിക്കും എല്ലാവരും കയറിക്കോ ബിരിയാണി സംസം ബിരിയാണി അടിപൊളി ബിരിയാണി എങ്ങനെയുണ്ട് ബിരിയാണി സൂപ്പർ എല്ലാരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഹലോ ചേട്ടാ പേരെന്തായിരുന്നു ജം 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 അവന്റെ നമ്പർ ആ ഇതിന്റെ നമ്പർ എന്തെങ്കിലും ആ കണ്ടോ നമ്പർ ഞാൻ മെൻഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പറയണ്ട നല്ല ടേസ്റ്റുള്ള ബിരിയാണി കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി നിങ്ങൾ ഇവിടെ മൂന്നാറ് വരിക ഇവിടെ വന്നിട്ടും കഴിച്ചിട്ടും അടിച്ചു പൊളിച്ചിട്ടും പോവാം നമ്മളിപ്പോ ഏതാ ലാസ്റ്റ് ആണോ ഇത് लास्ट टॉप स्टेशन മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ മൂന്നാർ ലാസ്റ്റ് ആയില്ലേ അയ്യോ ഇനി ഇത് കഴിഞ്ഞിട്ട് അത് ശരി ഇത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് പോവാം നമുക്ക് നേരെ വീടാണ് രാത്രി നൈറ്റ് ഫുഡ് അടിച്ചിട്ട് നേരെ വീട് വണ്ടി കൊള്ളല്ലോ ഇത്തിരി തണുപ്പുണ്ടല്ലേ ഇവിടെ വരുമ്പോ ഇപ്പൊ സമയത്ത് 4:30 അല്ലേ ആയിട്ടുള്ളൂ ഒരു 5:30-6:30 ഒക്കെ ആകുമ്പോഴേക്കും ഫുൾ കോട 5:30-6:30 ഒക്കെ ആകുമ്പോ തന്നെ ഫുൾ കോട ഞങ്ങൾ വരുമ്പോ അറിയാവുന്നുള്ള ഇതിപ്പോ തന്നെ കണ്ടില്ല ഒരു മഞ്ഞൊരു ചെറുതായിട്ട് മഞ്ഞ് വരുന്നുണ്ടല്ലേ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുമ്പോ ഒരു 1 കിലോമീറ്റർ നടക്കാണ്ട് അവിടെ ആ ഒരു സ്റ്റേഷനിൽ കൂടാൻ ആ കണ്ടു ഞാൻ എൻജോയ് ചെയ്തോ ഓക്കെ ബൈ ബൈ നിങ്ങൾ ഇത് കേരളത്തിലല്ലേ അല്ല ചോദിക്കാ ബോർഡറാ ആ ചെറിയ തമിഴില് പറയണ ഓഫോ എന്താണ് ഇത് ഒന്നും കാണുന്നില്ല പിന്നെ എന്താ ഒരു കാര്യം ഉണ്ടാവും ഒരു കാര്യമില്ല ഓയ് നല്ല ഫോഗാണ് അല്ലേ പുള്ളി പറയണ 5000 സിഗരറ്റ് വലിച്ചിട്ടും പിന്നെ അതിന്റെ ഫോഗ് ഉണ്ടാക്കി തന്നതാണ് അപ്പൊ അമൻ ഭായ് എടാ മോനെ ആ ഇത് ആരാ ഡയലോഗ് അറിയോ സിനിമത്തെ ഇത് പറയണ്ട കേട്ടോ ഇതൊരു സിനിമന്റെ ഡയലോഗാ എടാ മോനെ ആ വേറെ ഒന്നും പറയാൻ നിക്കണ്ട വേറെ എവിടുന്ന് അടി വരും അറിയില്ല കേട്ടോ ആ പറ അന്റെ കവള് നല്ല ഒരു പെൺകുട്ടികളെ പോലെ കവളാണല്ലോ ഒന്ന് അയ്യോ അത് വിളിക്കാൻ പാടില്ല മോനെ ആ ചേച്ചി ഒന്ന് പറഞ്ഞ എടാ മോനെ ആ എടാ മോനെ അങ്ങനെയാണ് എടാ മോനെ അങ്ങനെയാണ് പറയണ്ടേ എന്താ വിശേഷം പഠിച്ചില്ലേ അയ്യോ കുതിര മലയാളത്തിലെ കുതിര ഫോട്ടോ വേണമെങ്കിൽ എടുക്ക സീന് കിട്ടോ അല്ല ഇവിടെ പാട്ട് ഇടാൻ പറ്റൂല അല്ല പാട്ട് കുറച്ചിട്ട് ശരി
ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക്, സീനാവൂലേ? ഓക്കെയോ? ആ സാറില്ല. ഇതാണ് വണ്ടി. ആളെ പേടിച്ചു പോയി. കണ്ടോ, ഇതാണ് നമ്മളെ വണ്ടി. ഒന്നുമടി ഇട്ടോ, കൊഴപ്പല്ല. ലാസ്റ്റ് ഏതായാലും പോവൂലേ? ഒന്നുമടി ഇട്ടോ, ഏതായാലും പോവൂലേ? ഇട്ടോ, ഏതായാലും പോവും. ആ കേറിട്ടിടാ. രാത്രി ഞങ്ങള് വന്നു, ബ്ലോഗ് ചെയ്യാൻ പറ്റിയില്ല, സൗണ്ടൊക്കെ പോയി. അപ്പോൾ രാത്രി ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. രാത്രിയൊക്കെ ഫുഡ് അടിപൊളി ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ മുന്നേ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. ഞങ്ങൾ രാത്രി 12-1 മണിക്കാണ് വന്നത്. അപ്പോൾ വന്നിട്ട് നേരെ കിടന്നുറങ്ങിപ്പോയി. പിന്നെ അസ്സലാമലൈക്കും. ഇങ്ങനെയുണ്ട്? ക്ഷീണുണ്ടോ? തലവേദന എല്ലാവർക്കും ക്ഷീണുണ്ട് കേട്ടോ. ഞങ്ങളെ റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ബ്ലോഗ് കഴിഞ്ഞു. നമുക്ക് അടുത്ത ബ്ലോഗിലേക്ക്. ബൈ ബൈ.